ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കേസുകളിൽ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. മൊഴി നൽകിയെങ്കിലും നിയമ നടപടിക്ക് താൽപര്യമില്ലാത്തവരുടെ കേസുകൾ അവസാനിപ്പിച്ചേക്കുമെന്ന് സുപ്രീം കോടതിയിൽ സൂചന നൽകി. ഇത്തരം കേസുകളിൽ വിചാരണ കോടതിയിൽ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൈമാറാമെന്ന് ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് കോടതി അറിയിക്കുകയായിരുന്നു. താൽപര്യമില്ലാത്തവരുടെ മൊഴിയെടുക്കാൻ നിർബന്ധിക്കേണ്ടതില്ല എന്ന ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് വിക്രംനാഥ് അഭിപ്രായപ്പെടുകയും ചെയ്തു. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലഗോപാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിയിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പലരും മൊഴി നൽകി, പലരും തങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. അതിലൊന്നും അതൊരു നിയമ നടപടിയിലേക്കോ അന്വേഷണത്തിലേക്കോ പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നൊരു പ്രധാനപ്പെട്ട നടി തന്നെ വന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതിനനുസൃതമായാണോ ഇപ്പോൾ സർക്കാരിന്റെ ഒരു നിലപാട്? ദിവിഷ, വളരെ നിർണായകമായ ഒരു കാര്യമാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ഈ കേസിൽ ഹാജരായ സീനിയർ അഭിഭാഷകനും മുൻ സോളിസിറ്റർ ജനറലുമായ രഞ്ജിത് കുമാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകുകയും എന്നാൽ പരാതിയുമായി മുന്നോട്ട് പോകാത്തവർ, അതായത് ക്രിമിനൽ നടപടിയുമായി മുന്നോട്ട് താല്പര്യമില്ലാത്തവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടപടികൾ അവസാനിപ്പിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. കേരള ഹൈക്കോടതി തന്നെ ഇത്തരം വിഷയങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഇടക്കാല ഉത്തരവിൽ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത്, ഈ പരാതിയുമായി പോകാൻ താല്പര്യമില്ല എങ്കിൽ അവരുടെ കേസുകളെ സംബന്ധിച്ച് ഒരു ക്ലോഷർ റിപ്പോർട്ട് ഈ കോടതികളിൽ, വിചാരണ കോടതിയിൽ ഫയൽ ചെയ്യണം എന്നതാണ്. സമാനമായ രീതിയിൽ ഈ ക്ലോഷർ റിപ്പോർട്ട് ഇത്തരം കേസുകളിൽ, അതായത് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തവരുടെ കേസുകളിൽ വിവിധ കോടതികളിൽ ഫയൽ ചെയ്യുമെന്ന സൂചനയാണ് ഇന്ന് രഞ്ജിത് കുമാർ സുപ്രീം കോടതിയിൽ നൽകിയത്. എന്നാൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നത് സിദ്ധാർത്ഥ് ദാവെ ആയിരുന്നു. സിദ്ധാർത്ഥ് ദാവെ പറഞ്ഞത്, ഇതിൽ പലരെയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും വിളിച്ച് മൊഴി നൽകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നതാണ്. തുടർന്ന് കോടതി അങ്ങനെ താല്പര്യമില്ലാത്തവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതില്ല എന്ന വാക്കാലൊരു നിരീക്ഷണവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ വിശദമായ വാദം കേൾക്കൽ 19-ാം തീയതി കോടതിയിൽ നടക്കുന്നതായിരിക്കും. അന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉൾപ്പെടെ ഒരു തീരുമാനം എടുക്കാമെന്നാണ് കോടതി ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പരാതിയുമായി മുന്നോട്ട് പോകാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനവും നിർണായകവുമായ തീരുമാനമാണ് ഇന്ന് സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ സൂചനകളാണ് നൽകിയിരിക്കുന്നത്. അതിലാണ് ഈ കേസുകൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ക്ലോഷർ റിപ്പോർട്ട് വിചാരണ കോടതികൾക്ക് കൈമാറുമെന്ന് സംസ്ഥാനം ഈ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇരകൾക്ക് താല്പര്യമില്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുന്നത്.